ഹായ് ഫ്രണ്ട്, അസ്സലാമു അലൈക്കും. ഏവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഡിഷാണ്. അത് വാപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാപ്പ പരിചയപ്പെടുത്തും. ഇതാണ് എൻ്റെ വാപ്പ. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. ഈ മജ്ബൂസാണ് ഇന്നത്തെ സ്പെഷ്യൽ. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനും അരിയും കഴിയുടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരി വെള്ളത്തിൽ കിടക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം അരി നമ്മൾ വെള്ളത്തിലിടണം. അതേപോലെ 1 മണിക്കൂറോളം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിടണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും മറ്റൊരു മജ്ബൂസിനുള്ള എല്ലാ സാധനങ്ങളും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ലെമൺ ജ്യൂസ് വിത്ത് വിനീഗർ, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഈ സാധനങ്ങളാണ് മാരിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് മാരിനേഷൻ കഴിഞ്ഞ് നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കാൻ നേരത്ത് ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് മറ്റുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അതും കൂടെ വേണം. പിന്നെ ഇതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് മജ്ബൂസിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമുള്ളത് ഡ്രൈ ലെമൺ. ഈ ഡ്രൈ ലെമൺ ചെറുതായിട്ടൊന്ന് അമർത്തി പൊടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിച്ചപ്പ്. ഇതിൽ ചിക്കൻ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ചിലർ നെയ്യ് മാത്രം ഉപയോഗിക്കും, പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓയിലും നെയ്യും കൂടിയും മിക്സ് ചെയ്യും. പിന്നെ തേങ്ങാപ്പാൽ. ഈ വക സാധനങ്ങളാണ് ഇനി ഉപയോഗിക്കുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഇതിനെപ്പറ്റി ഉള്ള വിശദീകരണം നൽകാം. ഇപ്പം തൽക്കാലം ഇത് മാരിനേറ്റ് ചെയ്യട്ടെ. ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിനെ നമ്മൾ ചെറുതായിട്ട് വരകളിട്ടതിന് ശേഷം ഇതിലാദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലി കുറച്ച് മതി ഇപ്പോൾ. പിന്നീടാണ് ഗരം മസാല. ഗരം മസാല ഏകദേശം 1 സ്പൂൺ നമുക്ക് ഇപ്പോൾ ഇടാം. ബാക്കി പിന്നീട് മജ്ബൂസ് റെഡിയാണ സമയത്ത് ഉപ്പ് 1 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ബാക്കി പിന്നീട്. ഇതിൽ നേരത്തെ നമ്മൾ കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ അകത്ത് മജ്ബൂസ് റെഡിയാക്കുമ്പോൾ ഓരോന്നോരോന്ന് അതിൻ്റെ അകത്ത് ഇടുന്നതാണ്. ഇനി ഇതിലേക്ക് ഇത് മുഴുവൻ ഉപയോഗിക്കേണ്ട. ഇത് ലെമണും സുർക്കയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം പിന്നെ തൈര്. ഇനി ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇത് ഇനി ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ തൽക്കാലം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി അത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏകദേശം പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുക്കാം.
സ്വല്പം ഓയിൽ ഒഴിക്കുന്നു. കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. ഒന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം ചൂടാക്കാൻ വേണ്ടി കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി വെക്കാം. ഉലുവ ചെറിയതുണ്ട്, കുറച്ച് മതി. ആ ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് മസാലക്കൂട്ടിൽ കറുകപ്പട്ട, ഏലക്ക, ഒരു 4-5 ഏലക്ക ഇടാം. ഏലക്ക, പെരിഞ്ജീരകം, കുറച്ച് നല്ല ജീരകം, കുറച്ച് കുരുമുളക് മതി. ഇനി ഇതിലേക്ക് ഉള്ളി, സവാള ഏകദേശം ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് സാധാരണ സവാള നമ്മൾ ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഉപയോഗിക്കാറ്. ഇത് ബ്രൗൺ കളറാവേണ്ട കാര്യമില്ല. ഏകദേശം ഒന്ന് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഇപ്പം ഏകദേശം ഉള്ളി ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഉള്ളി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ പേസ്റ്റ്, ജിഞ്ചർ ഒരു 2 പീസ് ജിഞ്ചറാണ്, കുറച്ച് കൂടുതലുണ്ട്, ബാക്കി നമ്മൾ വെക്കും. പിന്നെ ഗാർലിക് പേസ്റ്റ്, അത് ഒരു 10 ചീലെടുത്തിട്ടുണ്ട്. അതിൽ 8 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. ബാക്കി നമുക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ മസാല ഒക്കെ റെഡിയായി വരുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ആവശ്യം വരില്ല. ഇനി ഒന്ന് ചൂടാക്കും. നേരത്തെ പറയാൻ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. പച്ചമുളക്, ഈ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളക് ഇടാം. പച്ചമുളക്, ഇതൊന്നും ഇപ്പോൾ കൂടുതൽ വേവാനുള്ള ഇത് കൊടുക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറായിട്ട് വെന്ത് വരുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കറിയിൽ വരുന്ന പോലുള്ള വേവൊന്നും അത്രയും വേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് മുളക് പൊടി കുറച്ച് മതി. കാരണം നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മതി.
മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി ഇടാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മജ്ബൂസിൻ്റെ കളറ് സ്വല്പം ഡിഫറെൻ്റായി വരുന്നത് നല്ലതാണെന്നുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ കുറവിട്ടിട്ടുള്ളൂ. ഇത് ഒരു 1.5 സ്പൂൺ പൊടി. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല ഇടണം. അതിലിപ്പോൾ തൽക്കാലം നമുക്ക് 1 ടീസ്പൂൺ ഇടണമുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ഇടാം. ഇതിൽ പിന്നെ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അധികം നോക്കണ്ട. ചെറിയ ഉള്ളി ഒരു 8-9 പീസുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തൽക്കാലം ആവശ്യത്തിനുള്ള ഇട്ടിട്ട് ഏകദേശം ഒരു 3-4 പീസ് ബാക്കി വന്നിട്ടുണ്ടാവും. ആ ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ തൽക്കാലം ചിലപ്പോൾ ആവശ്യം വരില്ല. എന്നാലും ചെറിയ ഉള്ളിയൊന്നും അധികം വേറെത്ത കാര്യമില്ല. അതൊക്കെ ചോറിൽ വെന്ത് വരുമ്പോഴാണ് ചോറിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് 1 സ്പൂൺ ഉണ്ട്. ഇനി പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കും ഉപ്പ് കുറവുണ്ടോ ഇല്ലെന്ന്. ആ സമയത്ത് ബാക്കി ഇട്ടാൽ മതി. ഇപ്പോൾ തൽക്കാലം ഈ മസാല ഒക്കെ ഇട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്. ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കനാണ്. അത് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിലായിരുന്നു. അതെടുത്തിട്ട് ഇനി ഇത് കറി ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ അകത്തേക്ക് ഈ മസാല കൂട്ടിനകത്തേക്ക് ഇടുക. ഒന്ന് ശരിക്കും ഇളക്കി അത് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഇളക്കി ഇതാക്കി ഒന്ന് വേവിക്കാൻ വെക്കുക. ഇതിൽ ഡ്രൈ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിക്കാം. വെള്ളം ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒന്ന് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. തൽക്കാലം വെള്ളം പോരാന്ന് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് അരമുറി തേങ്ങയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മതിയാവും. ഒന്ന് ഇളക്കാം. ഇനി ഇത് തേങ്ങയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം.
ചിക്കൻ വെന്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു പകുതി വേവ് മതി. പകുതി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് ശരിയായി വരുമ്പോഴത്തേനും ബാക്കിയുള്ള വേവാകും. അപ്പോഴാണ് തിളക്കേണ്ടത്. നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൽ ഉപ്പും ഇതൊക്കെ ഉണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കണം. ഉപ്പ്, പുളി അങ്ങനെ വല്ലതും കുറവുണ്ടോയെന്ന് നോക്കി. കാരണം ഈ സമയത്ത് നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ കിട്ടും. സ്വല്പം പുളി നമുക്ക് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ ലെമണും വിനീഗറും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കുടിക്കാം. പിന്നെ കുറച്ച് തൈര് ഒഴിക്കേണ്ടതുണ്ട്. തൈര് ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അരിയിടാൻ നേരത്ത് തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളി നേരത്തെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളി, ബാക്കിയുള്ള ചെറിയ ഉള്ളി മുഴുവൻ ഇതിൻ്റെ അകത്ത്. ഇനി ഒരു സ്പൂൺ ഗരം മസാല നമുക്ക് പിന്നീടാന്ന് പറഞ്ഞാൽ വെച്ചത്. ആ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഇനി പോകാതെ പോകും. ആ ഗരം മസാലയും കൂടി ഇട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കപ്പിന് അരിക്ക് 1.5 കപ്പ് എന്നൊക്കെ പറയും. നമ്മൾ അത് നോക്കണ്ട. ഇത് നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എത്ര അതിൻ്റെ ഡിഫറൻസ് വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതേപോലെ ചെയ്താൽ മതി. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളും നോക്കണ്ട. തീയൊന്ന് കൂട്ടി കൊടുക്കാം. തിളച്ചോട്ടെ. ഇനിയിപ്പോൾ അരിയിട്ട ശേഷം അതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്നങ്ങോട്ട് തിളച്ച് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ലെമൺ അത് ചെറുതായിട്ടൊന്ന് ആ ഇടിക്കല്ലിലിട്ടൊന്ന് കുത്തി പൊട്ടിച്ച് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലെമനാണ്. കാണുമ്പോൾ കുറച്ച് കറുപ്പൊക്കെ തോന്നും. ഒരു 3 ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് തിളച്ച് പറ്റും. അതിന് ശേഷം നമുക്ക് അരിയിടാം. ഇതിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചതാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിയിടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഈ അരി കംപ്ലീറ്റ് ഇതിലിട്ടതിന് ശേഷം നമുക്കൊന്ന് അത് ഇളക്കി കഴിഞ്ഞിട്ട് വെള്ളം പോരായി ഉണ്ടോയെന്ന് നോക്കാം. ശരിക്കും ഇളക്കാം. ശരിക്കും ഇളക്കിയതിന് ശേഷം വെള്ളം പോരാ എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പുളി കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ കുറച്ച് തൈര് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ തൈര് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതിൽ
ഏകദേശം 1 കപ്പ് വെള്ളത്തിൻ്റെ കുറവ് പോലെ തോന്നുന്നുള്ളൂ ഈ അരി ഇനി വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. ഇനി ഇതിന് എന്തൊക്കെയാണ് ഇനി പോരായ്ക എന്നുള്ളത് ഇപ്പോൾ നോക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇത് പോരായ്ക വല്ല ഉപ്പ് പോരായ്കയുണ്ടോ പുളിയോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ, കാരണം ഇനി പിന്നീട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തില്ല. അപ്പോൾ അത് നോക്കാം. സ്വല്പം ഉപ്പ്, കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്യുക, സ്വല്പം മാത്രം. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ്. ഈ വെള്ളത്തിൻ്റെ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് അത്. കാരണം വെച്ചാൽ വേണ്ട, ഏകദേശം ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് മാക്സിമം 2 ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കണം. ആ 2 ഇഞ്ച് ഡിഫറൻസിൽ അരി വെന്ത് വരുമ്പോൾ ലെവലായി പോകും. അതാണ് അതിൻ്റെ കുറച്ച് പുതിന. ഇനി ഇത് നമുക്ക് ദമ്മിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനെ നമുക്ക് കവർ ചെയ്യും. ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലെടുത്ത് നമുക്ക് അടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്കം കൊടുക്കണമെന്നില്ല. എന്നിട്ട് ചെറിയൊരു സ്പൂൺ ഏതെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ ഈ സൈഡിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ മുളച്ച് കൊടുക്കുക. അപ്പോൾ അയാളൊന്നും പോവില്ല. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടല്ലോ, ഇത് എത്ര നേരം ഇങ്ങനെ ദമ്മിലിരിക്കണം? ഇത് ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഏകദേശം ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. അതിനിപ്പോൾ ഇത് ഇങ്ങനെ മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും കൂടെ താഴെ കൊടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അടി പിടിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കാരണം സാധാരണ ആൾക്കാർ എല്ലാം ഇതൊക്കെ സൈഡൊക്കെ അടക്കുന്ന വല്ല മാവൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും, ഏത് മൈദൊക്കെ ചെയ്തിട്ടൊക്കെ. നമുക്കിപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ഈ ഫ്ലെയിം ഇങ്ങനെ ഇതായിരിക്കട്ടെ. അതിന് ശേഷം തീ കുറച്ച് നമുക്ക് ആ പാത്രം വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഡയറക്റ്റ് ഫ്ലെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുന്നു. പഴയ ഒരു ഫ്രൈ പാനാണ്, പക്ഷേ അത് തൽക്കാലം ഇതിൻ്റെ ആവശ്യം നമുക്ക് നടക്കും. അതൊന്നും ചൂടായിക്കോട്ടെ. അത് ചൂടായി വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുകൊണ്ട് കയറ്റി വെച്ചാൽ ഡയറക്റ്റ് ഫ്ലെയിം ഒഴിവാക്കി ഇങ്ങനെ നിന്നോളും. ഓക്കെ. ഇനി ഏകദേശം ഒരു 15 മിനിറ്റിനകത്ത് ഒരു പക്ഷേ നല്ല മണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് നോക്കാം. അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് പിന്നീട് തുറന്ന് നോക്കുമ്പോൾ കാണാം. താഴെ വെച്ചിരിക്കുന്ന ആ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറക്കാം. ഫ്ലെയിം കുറക്കാന്ന് വെച്ചാൽ മിനിമം ഫ്ലെയിമിലിട്ടാൽ മതി. മിനിമം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു വെയിറ്റ് വെച്ച് വെച്ചേക്കാം. നമ്മൾ ഇടിക്കട്ടെ തന്നെയാണ് വെക്കുന്നത്. തൽക്കാലം ഇത് ഇരിക്കട്ടെ. ഓക്കെ. ഇനി ഇതിൻ്റെ ആവി വരുമ്പോൾ ആവിയും മണവും വരും. ആ സമയത്ത് നമുക്ക് ഒന്ന് നോക്കാം. അതൊരു 15 മിനിറ്റിൻ്റെ അകത്ത് തന്നെ വരും. വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല ആവിയും വരുന്നുണ്ട്, നല്ല സ്മെല്ലും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം. തുറന്നു നോക്കിയതിന് ശേഷം നമുക്കിതിനെ
അപ്പോൾ അതിനെ സർവിങ് ട്രേയിലേക്ക് മാറ്റാം. നോക്കി നല്ല മണം വരുന്നുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ സർവിങ് ട്രേയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ സർവിങ് ട്രേയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ സർവിങ് ടേബിളിലേക്ക് പോയിട്ട് കഴിക്കാനുള്ള സാധനമൊക്കെ റെഡിയായി ടേബിളിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നീ ഒരു കാര്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ എന്തോ നോക്കും. അതിൻ്റെ അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ടല്ല. ഇപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പൊ വാപ്പുണ്ടാക്കിയ ഈ ചിക്കൻ മജൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ എൻ്റെ പുതിയ വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് ബൈ.